ഹായ് ഓൾ, നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീസിൻ്റെ രണ്ട് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ്. അതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ കാര്യങ്ങൾ ചുമ്മാ നിങ്ങൾക്കൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് പറഞ്ഞുതരാം. ലീസിന് രണ്ട് രീതിയിലുള്ള ലീസിൻ്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുമെന്ന് പറഞ്ഞേ. ഫസ്റ്റ് വൺ, ലീസ് ഓർ ബൈ ഡിസിഷൻ. ആ ലീസ് ഓർ ബൈ ഡിസിഷനകത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ക്യാഷ് ഔട്ട്ഫ്ലോൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണേ. സോ അവിടെ ലീസ് റെൻ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ലീസ് റെൻ്റ് ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യണം, 1 - T ചെയ്യണം. വേണ്ടേ? കാരണം എന്താ, അവിടെ ടാക്സിൻ്റെ അഡ്വാൻറ്റേജ് വരുന്നത് കൊണ്ട് ടാക്സിൻ്റെ ബെനിഫിറ്റ് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും കാര്യങ്ങൾ ചെയ്തത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റു ആ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ വേണം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ. ഇനി അത് എളുപ്പമാട്ടോ, ലീസിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഇനി നിങ്ങൾ സെക്കൻഡ് പോർഷൻ ഏതാ, പർച്ചേസിൻ്റെ കേസ് ഒന്ന് ചിന്തിച്ച് നോക്കി. പർച്ചേസ് ചെയ്യുമ്പം നമ്മുടെ ക്യാഷ് ഔട്ട് ഫ്ലോ എന്ന് പറയുന്നത് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണ്. ഇൻസ്റ്റാൾമെൻറ്റ്സ് എല്ലാവരും തെറ്റിക്കുന്ന ഒരു സാധനം, അത് പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ്, അങ്ങനെ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. സോ നമ്മുടെ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ആ ഔട്ട്ഫ്ലോനെ നമ്മൾ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യണം. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് പ്രിൻസിപ്പൽ എമൗണ്ട് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് ഇൻട്രസ്റ്റ്. മനസ്സിലായോ? എന്നിട്ട് ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് അവിടെ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ രണ്ട് രീതിയിലുള്ള എക്സ്പെൻസസ് ആണ് നമുക്ക് പ്രോഫിറ്റ് സൈഡിനകത്ത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് നമുക്ക് ഡെബിറ്റ് ചെയ്യാൻ പറ്റണേ. ഏതൊക്കെയായിരുന്നു? ഒന്ന് ബോറോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇൻട്രസ്റ്റും, രണ്ട് അതിൻ്റെ ഡിപ്രീസിയേഷനും. സോ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ആ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തേനെ അതിൻ്റെ ടാക്സ് എമൗണ്ട് എത്രയാണ് അല്ലെങ്കിൽ അതിൻ്റെ ടാക്സ് ബെനിഫിറ്റ് എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് ഈ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് ഏത് മൈനസ് ചെയ്യുക, ഈ പറയുന്ന ടാക്സ് ബെനിഫിറ്റ് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആക്ച്വൽ ക്യാഷ് ഔട്ട്ഫ്ലോ കിട്ടും. എന്നിട്ട് അതിനെ ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. മനസ്സിലായെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. നമുക്കൊരു രണ്ട് പ്രോബ്ലമാണ് നമുക്ക് ചെയ്ത് നോക്കണ്ടേ. XYZ Limited requires an equipment costing 10 lakhs. The same will be utilized over a period of 5 years. It has two financing options in this regard. 10 ലക്ഷം രൂപയാണ് അസറ്റിൻ്റെ വാല്യൂ, 5 വർഷമാണ് പറയുന്നത്. രണ്ട് ഫിനാൻസിങ് ഓപ്ഷൻസ് ആണ് പറയണേ. നോക്കി, an arrangement of a loan of rupees 10 lakh at an interest rate of 13% per annum. മനസ്സിലായി? അതായത് ലീസിനകത്ത് ഏറ്റവും കൂടുതൽ കൺഫ്യൂസിങ് കയറി വരുന്നത് ഇൻട്രസ്റ്റിൻ്റെ പോർഷനാണ്. ആ ഇൻട്രസ്റ്റിൻ്റെ പോർഷൻ ഒരു 3-4 രീതിക്ക് വരുന്നുണ്ട്. നമുക്ക് ആ 3-4 രീതിയിലുള്ള പ്രോബ്ലം സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് പഠിച്ചേ പറ്റും. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നോക്കി, 10 ലക്ഷം രൂപയാണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. ഇൻസ്റ്റാൾമെൻ്റ് അല്ല, ആ മിഷനറിയുടെ കോസ്റ്റ് പ്രൈസ്, ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. 13% നമ്മൾ അതിന് എന്ത് കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം. ദ ലോൺ ബീയിങ് റീപേയബിൾ ഇൻ 5 ഈക്വൽ ഇയർ ഇൻസ്റ്റാൾമെൻറ്റ്സ്. സോ നോക്കി, 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സിനകത്ത് അത് കൊടുക്കണം. ഇനി ദ എക്യുപ്മെന്റ്സ് ക്യാൻ ബി സോൾഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ 5th ഇയർ ഫോർ rupees 1 lakh. 1 ലക്ഷം രൂപ നമുക്ക് സ്ക്രാപ്പ് വാല്യൂ ഉണ്ട്. മനസ്സിലായി? സോ ഇവിടെ നോക്കി, 10 ലക്ഷം രൂപയാണ് 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സിൽ കൊടുക്കണം എന്ന് പറയുമ്പോൾ 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്, അതായത് 5 ഈക്വൽ പ്രിൻസിപ്പൽ എമൗണ്ട് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, 5 ഈക്വൽ എമൗണ്ട് ഓഫ് പ്രിൻസിപ്പൽ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അതായത് ഓരോ വർഷവും നമുക്ക് എത്ര രൂപ വെച്ച് കൊടുക്കേണ്ടി വരും? ഓരോ വർഷവും 2 ലക്ഷം രൂപ വെച്ച് പേ ചെയ്യേണ്ടി വരും. മനസ്സിലായോ? എന്നിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് കാണാം, കാൽക്കുലേറ്റ് ചെയ്യാം. ദ സെക്കൻഡ് വൺ, ലീസിംഗ് ദ എക്യുപ്മെന്റ്സ് ഫോർ എ പീരീഡ് ഓഫ് 5 years at an yearly rent of 3,30,000 പേയബിൾ അറ്റ് ദ ഇയർ എൻഡ്. സോ രണ്ടാമത്തെ എന്ന് പറയുന്നത് 5 വർഷത്തെ ലീസാണ്. ഓരോ വർഷവും ലീസ് റെൻ്റലായിട്ട് എത്ര രൂപ കൊടുക്കേണ്ടി വരും? 3,30,000 rupees കൊടുക്കേണ്ടി വരും. ദ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് 15% ഓൺ റിട്ടേൺ ഡൗൺ വാല്യൂ ബേസിസ്. സോ ഡിപ്രീസിയേഷൻ ലീസിന് ബാധകമല്ല. ഡിപ്രീസിയേഷൻ ഏതിന് മാത്രമാണ് ബാധകമായിട്ട് കയറി പറഞ്ഞത്? പർച്ചേസിംഗ് ഓപ്ഷനാണ് ബാധകമായിട്ട് പറഞ്ഞത്. ഇൻകം ടാക്സ് റേറ്റ് ഈസ് 35% ആൻഡ് ദ ഡിസ്കൗണ്ട് റേറ്റ് ഈസ് 12%. മനസ്സിലായി? അതായത് ഇൻകം ടാക്സ് റേറ്റ് 35% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. PV ഫാക്ടർ, പ്രസന്റ് വാല്യൂ ഫാക്ടർ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറയുന്നത് എത്ര ശതമാനം? 12% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അഡ്വൈസ് ദ XYZ Limited ദാറ്റ് വിച്ച് ഓഫ് ദ ഫിനാൻസിംഗ് ഓപ്ഷൻ ഈസ് ടു ബി എക്സിസ്റ്റ് ആൻഡ് വൈ എന്നുള്ള കാര്യം വിട്ടേക്ക്. കാരണം എന്താ, ഏറ്റവും കുറഞ്ഞ ക്യാഷ് ഔട്ട്ഫ്ലോ വരുന്നത് ഏതാണോ അത് നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഏറ്റവും കുറഞ്ഞത് ഏതാണോ പറഞ്ഞാൽ അത് നമുക്ക് ചൂസ് ചെയ്യാം. സോ നമുക്കിതിൻ്റെ ആൻസറിലോട്ട് നോക്കാം. അതായത് നമുക്ക് രണ്ട് ഓപ്ഷൻസും നമുക്ക് ചെക്ക് ചെയ്യണം. നിങ്ങൾ ഈ പ്രോബ്ലം ഒന്ന് നോട്ട് ചെയ്യുവാണെങ്കിൽ എനിക്കിത് ചെയ്യാമായിരുന്നു. ഈ പ്രോബ്ലം ഒന്ന് എഴുതിയെടുക്കുക എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമുക്കിതൊന്ന് ചെയ്യാമായിരുന്നു. കാരണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നോക്കി, രണ്ട് ഓപ്ഷൻസ് ആണ് പറയണേ. രണ്ട് ഓപ്ഷൻസിൻ്റെയും ക്യാഷ് ഔട്ട് ഫ്ലോ എന്ന് പറയുന്ന സാധനം ഇവാലുവേറ്റ് ചെയ്യണം. താൽക്കാലികമായിട്ട് ഈ പ്രോബ്ലം ഇവിടെ കിടക്കട്ടെ. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലീസാണ്, അല്ലെങ്കിൽ നമുക്ക് എളുപ്പമുള്ള ലീസാണ്. അതുകൊണ്ടാണ് നമുക്ക് എഴുതണേ. ഇവിടെ നോക്കിയേ, ലീസ് റെൻ്റ് എത്രയാണ്? ലീസ് റെൻ്റ് എന്ന് പറയുന്നത് 3,30,000 rupees ആണ് ലീസ് റെൻ്റ്.
ആണോ? ഇങ്ങനെ ലീസ് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ദാറ്റ് മീൻസ് ലീസ് റെന്റ് ഇൻറ്റു 1 - T ചെയ്യാനാണ് പറഞ്ഞത്. ആണോ? ഇവിടെ ഇൻറ്റു 1 - 0.35. മനസ്സിലായി? അതായത് ഈ ലീസ് റെന്റിന്റെ 35% നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഈ ലീസ് റെന്റിന്റെ എത്ര മാത്രം എടുത്താൽ മതി? 65% വരെ മാത്രം നമുക്ക് എടുത്താൽ മതി. സിറ്റുവേഷൻ മനസ്സിലായോ? സോ എത്ര വരും? 3,30,000 ഇൻറ്റു 0.65. ദാറ്റ് മീൻസ് 2,14,500 വരും. ഓരോ വർഷവും ഇത്ര വരും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഡിസ്കൗണ്ട് ഫാക്ടർ എത്രയാണ്? ഇങ്ങനെ 5 വർഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഡിസ്കൗണ്ട് ഫാക്ടർ എത്രയാണ്? 12%. ദാറ്റ് മീൻസ് 1 ഡിവൈഡഡ് ബൈ 1.12. അങ്ങനെയല്ലേ ചെയ്യണേ? 12% ആണെങ്കിൽ 1 ഡിവൈഡഡ് ബൈ 1.12 ഈക്വൽ ടു അടിക്കുമ്പം ആദ്യത്തെ വർഷം ഇൻറ്റു 0.892, സെക്കൻഡ് ഇയർ 0.797, തേർഡ് ഇയർ 0.711, ഫോർത്ത് ഇയർ 0.635 and the fifth year 0.567. അല്ലേ? നമ്മൾ ഇന്റർമീഡിയറ്റിനകത്ത് ഒരു കാര്യം പഠിച്ചായിരുന്നു. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിക്കുന്ന നേരത്ത് ആനുവൽ ക്യാഷ് ഫ്ലോ ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ട, പകരം ഇതിന്റെ ടോട്ടൽ എത്ര വരും? 3.60 വരും. ഇറ്റ്സ് കോൾഡ്, പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? ഇറ്റ്സ് കോൾഡ് ആനുവിറ്റി ഫാക്ടർ. അതായത് ഏത് മാത്രം എടുത്താൽ മതി? ആനുവിറ്റി ഫാക്ടർ മാത്രം എടുത്താൽ മതി. കാരണം എന്താ? ഇത് എല്ലാ വർഷവും ഈക്വലാ. സോ എല്ലാ വർഷവും ഇങ്ങനെ വെച്ച് ചെയ്യേണ്ട, പകരം ഏത് മാത്രം എടുത്താൽ മതി? ആനുവിറ്റി ഫാക്ടർ മാത്രം എടുത്താൽ മതി. സോ നോക്കി, ഇത്രയും നമുക്ക് വേണ്ടാന്ന് വെക്കാം. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 2,14,000 എത്രയായിരുന്നു? 3,30,000 ഇൻറ്റു 0.65. 2,14,500 ഇൻറ്റു 3.60 ആനുവിറ്റി ഫാക്ടർ ചെയ്യുന്ന നേരത്ത് നമുക്ക് 7,72,200 വരും. ദാറ്റ് മീൻസ് ലീസ് ആണെങ്കിൽ 5 വർഷത്തെ ടോട്ടൽ ഔട്ട്ഫ്ലോയുടെ പ്രസന്റ് വാല്യൂ 7,72,200 രൂപ ആയിരിക്കും. ഒരിക്കൽ കൂടെ, നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ലീസ് ആണെങ്കിൽ 5 വർഷത്തെ ലീസ് റെന്റിന്റെ ഔട്ട്ഫ്ലോയുടെ പ്രസന്റ് വാല്യൂ 7,72,500 ആയിരിക്കും. ചെയ്ത് മനസ്സിലായോ? സോ ലീസിന്റെ ഓപ്ഷൻ തീർന്നു. ഇനി സെക്കൻഡ് വൺ ചെയ്യേണ്ടത് പർച്ചേസിംഗ് ആണ്. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ? അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. അതായത് പർച്ചേസിനകത്ത് ഇൻസ്റ്റാൾമെന്റ്സ് ആണ് പറഞ്ഞത്. നമ്മുടെ പേയ്മെന്റ് ഉണ്ടാവുന്നത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ്, അല്ലേ? ഈ ഇൻസ്റ്റാൾമെന്റ് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആയിട്ട് ഇൻട്രസ്റ്റും വരും, ഡിപ്രീസിയേഷനും വരും. എന്നിട്ട് ഇതിൻ്റെ ടാക്സ് ബെനിഫിറ്റ് നോക്കണം. അതായത് ഇത്രയും എക്സ്പെൻസ് വന്നതുകൊണ്ട്, ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആയിട്ട് കയറി വന്നതുകൊണ്ട് അതിൻ്റെ ടാക്സ് ബെനിഫിറ്റ് ചെക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് ഈ പറയുന്ന ടാക്സ് ബെനിഫിറ്റ് അങ്ങ് മൈനസ് ചെയ്യാം. അതല്ലേ നമ്മൾ പഠിച്ച പ്രോസസ്സ്. നോക്കി, ആൻസർ ചെയ്യുമ്പോൾ എന്താ പറഞ്ഞിരിക്കണേ? അറേഞ്ച്മെന്റ് എ ലോൺ ഓഫ് 10 lakhs at an interest of 13% per annum and loan repayable in 5 equal installments. അതായത് നോക്കി, ഫസ്റ്റ് കോളം ഇയർ 1, 2, 3, 4, 5. ഓപ്പണിംഗ് ബാലൻസ് എത്ര രൂപ കൊടുക്കാനുണ്ട്? 10 ലക്ഷം രൂപ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ കൊടുക്കാനുണ്ട്. മനസ്സിലായോ? 10 ലക്ഷം രൂപ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കൊടുക്കാനുണ്ട്. ഇനി നമ്മൾ പേയ്മെന്റ് നടത്തുന്നത് എങ്ങനെയാ? നോക്കി, ആ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നാ? പേയ്മെന്റ് നടത്തുന്നത് എങ്ങനെയാ? ഇൻട്രസ്റ്റ് ഓഫ് 30% ഇറ്റ്സ് ബീയിങ് റീപേയബിൾ ഇൻ 5 ഈക്വൽ ഇയർ എൻഡ് ഇൻസ്റ്റാൾമെന്റ്സ്. മനസ്സിലായോ? അതായത് എത്ര പറഞ്ഞേ? 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. കൂടാതെ നമ്മൾ എത്രയും കൂടെ കൊടുക്കണം? പറഞ്ഞേ. ഇൻട്രസ്റ്റ് ആയിട്ട് എത്രയും കൂടെ കൊടുക്കണം? ഈ പറയുന്നത് പോലെ 13% കൂടെ കൊടുക്കണം. മനസ്സിലായോ പ്രോബ്ലം? അതായത് നോക്കി, ഓപ്പണിംഗ് ബാലൻസ് 10 ലക്ഷമുണ്ട്, അല്ലേ? നമ്മുടെ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് എത്രയാ?
ഓരോ ടേമിലും ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. ആ ചെയ്യുന്ന പ്രോസസ്സ് മനസ്സിലാക്കണം കേട്ടോ. ഓപ്പണിംഗ് 10 ലക്ഷം രൂപയുണ്ട്, 2 ലക്ഷം രൂപ നമ്മുടെ എന്തായിട്ട് വരും? ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വരും, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് വരും. അങ്ങനെ പറയുന്നതാണ് നല്ലത്. കാരണം 10 ലക്ഷം രൂപയാണ് ടോട്ടൽ അസറ്റിൻ്റെ വാല്യൂ, അതിനകത്ത് 2 ലക്ഷം രൂപ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് എത്ര വരും? ഫസ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റ് എത്ര വരും നോക്കി? 10 lakh ആണ് ഓപ്പണിംഗ് ബാലൻസ്. ആ 10 lakhന്റെ 13%, ദാറ്റ് മീൻസ് 1,30,000 rupees നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വരും. ചെയ്താൽ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ആ വർഷത്തെ ടോട്ടൽ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് 3,30,000 rupees വരും. ചെയ്താൽ മനസ്സിലായോ? നമുക്കിവിടെ ഇൻട്രസ്റ്റിനെയും ഡിപ്രീസിയേഷനെയും സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് പഠിച്ചേ പറ്റൂ. കാരണം ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചാലേ ഇതിന്റെ ടാക്സ് ബെനിഫിറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ നോക്കിയേ, ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് 10 ലക്ഷം രൂപയായിരുന്നു, 2 ലക്ഷം രൂപ നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്തു. പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്തു. ഓപ്പണിംഗ് ബാലൻസിന്റെ 13% നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണം. സോ ആദ്യത്തെ വർഷത്തെ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ്, അങ്ങനെ 3,30,000 നമുക്ക് എന്തായിട്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യണം. ഇനി രണ്ടാമത്തെ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 8 lakh rupees വരും അല്ലേ? ആ വർഷവും നമ്മൾ എത്ര വേണം? 2 ലക്ഷം രൂപ എന്തായിട്ട് കൊടുക്കണം? പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് കൊടുക്കണം. എന്നിട്ട് ഈ 8 ലക്ഷത്തിന്റെ 13% എത്ര വരും? 1,04,000 rupees വരും. ഇതിനെ നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വർഷത്തെ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് 3,04,000 rupees വരും. ചെയ്താൽ മനസ്സിലായോ? അടുത്ത വർഷത്തെ നോക്കി, 6 lakh ആവും. 2 lakh നമ്മൾ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് കൊടുക്കണം. ഇൻട്രസ്റ്റ് 6 lakh into 13%, 78,000 വരും. നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത് 2,78,000 വരും. ചെയ്താൽ മനസ്സിലായോ? അടുത്ത വർഷം 4 lakh വരും. 2 lakh rupees നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് പേ ചെയ്യും. 2 lakhന്റെ 30% എത്ര വരും? 52,000 വരും. അങ്ങനെ 2,52,000 rupees നമ്മൾ പേ ചെയ്യും. ആൻഡ് ദ ലാസ്റ്റ് വൺ, 5th ഇയറിൽ 2 lakh rupees വരും. നമ്മൾ 2 lakh തന്നെയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് പേ ചെയ്യണേ. ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര വരും? 26,000 വരും. അതായത് കഴിഞ്ഞ വർഷം 4 lakhന്റെ 13%, ഇപ്പോൾ 2 lakhന്റെ 13%, 26,000 വരും. നമുക്ക് 2,26,000 rupees പേ ചെയ്യേണ്ടി വരും. സോ നമ്മൾ പഠിച്ചതനുസരിച്ച് ഇതാണ് നമ്മുടെ ഒറിജിനൽ ക്യാഷ് ഔട്ട് ഫ്ലോ അല്ലേ? ഓരോ വർഷവും നമ്മൾ കൊടുക്കുന്ന ക്യാഷ് ഔട്ട് ഫ്ലോ എത്രയാണെന്ന് നോക്കി. എത്രയാ? ഇതാണ് നമ്മുടെ ഒറിജിനൽ ക്യാഷ് ഔട്ട് ഫ്ലോ. ഈ ഒറിജിനൽ ക്യാഷ് ഔട്ട് ഫ്ലോയിൽ നിന്ന് നമുക്ക് 2 തരം എക്സ്പെൻസസിന്റെ ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവും എന്നാണ് പറയണേ. ഏതൊക്കെയായിരുന്നു? ഈ പറയുന്ന ഇൻട്രസ്റ്റും കൂടാതെ ഏതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം? ഡിപ്രീസിയേഷനും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. വേണ്ടേ? ഇൻട്രസ്റ്റിൻ്റെയും ഡിപ്രീസിയേഷൻ്റെയും ടാക്സ് ബെനിഫിറ്റ് ഈ ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് നമുക്ക് മൈനസ് ചെയ്യാം. സോ ഇൻട്രസ്റ്റ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഏത് കാൽക്കുലേറ്റ് ചെയ്യണം? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന സാധനം കാൽക്കുലേറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ എത്ര ശതമാനം എന്ന് പറഞ്ഞിട്ടുണ്ട്? അറ്റ് ദ റേറ്റ് ഓഫ് 15% റിട്ടേൺ ഡൗൺ വാല്യൂലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇയർ 1 10 lakh rupees ആയിരുന്നു അസറ്റിൻ്റെ വാല്യൂ. 1,50,000 rupees നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. ബാലൻസ് 8,50,000 വരും. ഇയർ നമ്പർ 2 8,50,000 1,27,500 rupees ഡിപ്രീസിയേഷൻ ആയിട്ട് വരും. ബാലൻസ് 7,22,500 rupees വരും. മനസ്സിലായോ? ആൻഡ് ദ തേർഡ് വൺ, ഓപ്പണിംഗ് 7,22,500, അതിൻ്റെ 15% 1,08,375, ബാലൻസ് 6,14,125 വരും. അടുത്തത് 4th ഇയറിൽ 6,14,125, 92,120, 5,22,005. And the last year 5,22,005 ഓപ്പണിംഗ് ബാലൻസ് വരും. 78,300 ഡിപ്രീസിയേഷൻ വരും. ആൻഡ് 4,43,705 വരും. സോ നമ്മൾ എന്തിനാണ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചേ? നമുക്ക് ഇതൊന്നും വാല്യൂ നമുക്ക് ആവശ്യമായിട്ടുള്ളതല്ല. ഓപ്പണിംഗ് വാല്യൂ ക്ലോസിംഗ് വാല്യൂ ഒന്നും നമുക്ക് ആവശ്യമായിട്ടുള്ളതല്ല. നമ്മുടെ ആവശ്യം എന്താ? ഓരോ ടേമിലെയും ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് അറിയണം.
എന്നിട്ട് അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ആ ഡിപ്രീസിയേഷൻ്റെ ടാക്സ് ബെനിഫിറ്റ് എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കണം. സിറ്റുവേഷൻ മനസ്സിലായോ നിങ്ങൾക്ക്? ആ ഡിപ്രീസിയേഷൻ്റെ ടാക്സ് ബെനിഫിറ്റ് എത്രയാണെന്ന് അറിയണം. നമുക്ക് വേണമെങ്കിൽ അത് ആ മുകളിലെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ കൊണ്ടുവരാം, അല്ലെങ്കിൽ അതിനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. നോക്കിയേ, ഇതാണ് നമ്മൾ വരച്ചുകൊണ്ടിരുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഇയർ എഴുതി, ഓപ്പണിംഗ് ഇൻട്രസ്റ്റ് എഴുതി, ഇൻസ്റ്റാൾമെൻറ്റ് എഴുതി. ഇത് നോക്കിയേ, നമ്മൾ ഈ വർഷം ഇത്രയും ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കണം. സിറ്റുവേഷൻ മനസ്സിലായോ? ഇത്രയും എമൗണ്ട് കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷനും കൂടെ കൺസിഡർ ചെയ്യാം. ഓരോ വർഷത്തെയും. ആദ്യത്തെ വർഷത്തെ എത്രയായിരുന്നു ഡിപ്രീസിയേഷൻ? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1,50,000, 1,27,500, 1,08,375, 92,120, 78,300. മനസ്സിലായോ? നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ? സോ നോക്കിയേ, ഇവിടെ നമ്മുടെ ആവശ്യം എന്താ? ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ഇൻസ്റ്റാൾമെൻ്റ് അല്ല നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കേണ്ടത്. ഈ കൊടുക്കേണ്ടതിൽ നിന്ന് ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ ഇങ്ങനെ പറയുന്ന രണ്ട് കാര്യങ്ങളിലെ ടാക്സ് ബെനിഫിറ്റ് വേണം. ടാക്സ് ബെനിഫിറ്റ് എത്ര ശതമാനം വെച്ചിട്ടാണ്? ടാക്സിൻ്റെ പെർസെൻറ്റേജ് എത്രയാണോ അത്രയും വെച്ച് നമുക്ക് എന്ത് കിട്ടും? ടാക്സിൻ്റെ ബെനിഫിറ്റും കിട്ടും. സിറ്റുവേഷൻ മനസ്സിലായി? ദാറ്റ് മീൻസ് 35% നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. സോ നോക്കിയേ, അടുത്ത സ്റ്റെപ്പിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടും കൂടെ അങ്ങ് ആഡ് ചെയ്യാൻ പോവാം. ഏതും ഇൻട്രസ്റ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ഇൻട്രസ്റ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ, അതായത് ആ രണ്ട് എമൗണ്ടിനും കൂടിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടണേ? ടാക്സ് ബെനിഫിറ്റ് കിട്ടണേ. സോ നമ്മൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. സോ നോക്കിയേ, ഇൻട്രസ്റ്റ് 1,30,000, ഡിപ്രീസിയേഷൻ 1,50,000. സോ ഫസ്റ്റ് ഇയറിൽ 2,80,000 വരും. മനസ്സിലായോ? സെക്കൻഡ് ഇയറിൽ 2,31,500 വരും. ആൻഡ് തേർഡ് ഇയറിൽ 1,86,375 വരും. The fourth year 1,44,120, and the last year 1,14,805. നമ്മളിത് എന്തിനാ ചെയ്തേ? ആ രണ്ട് എമൗണ്ടിനാണ് നമുക്ക് എന്ത് കിട്ടണേ? ടാക്സ് ബെനിഫിറ്റ് കിട്ടണേ. സോ ടാക്സ് ബെനിഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് എത്രയാ ടാക്സിൻ്റെ എമൗണ്ട്? എത്രയായിരുന്നു? 35% ആണ് നമ്മുടെ ടാക്സിൻ്റെ എമൗണ്ട് അല്ലേ? സോ നോക്കിയേ, 2,80,000 ആണ്. ആ 2,80,000ൻ്റെ 35% 98,000 റുപ്പീസ് നമുക്ക് എന്തായിട്ട് കിട്ടും? ടാക്സ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടും. രണ്ടാമത്തെ വർഷം 81,025, 65,231, and 50,442, and 36,505. മനസ്സിലായി? സോ നോക്കിയേ, ഇൻസ്റ്റാൾമെൻ്റ് എമൗണ്ട് എഴുതി, ആ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും ആഡ് ചെയ്തു. ആ ആഡ് ചെയ്തതിൻ്റെ 35% ടാക്സ് ബെനിഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മുടെ ആക്ച്വൽ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് ഓരോ വർഷവും എത്രയായിരിക്കും? ഈ ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് ഈ പറയുന്ന ടാക്സ് ബെനിഫിറ്റ് മൈനസ് ചെയ്യാം. അതായിരിക്കും നമ്മുടെ ആക്ച്വൽ ഔട്ട്ഫ്ലോ അല്ലേ? സോ നെക്സ്റ്റ് കോളം ആക്ച്വൽ ഔട്ട്ഫ്ലോ. സോ ഫസ്റ്റ് ഇയർ 2,32,000, and second year 2,22,975, and third year 2,12,769, and the next year 2,01,552, the last year 1,89,495. മനസ്സിലായി? നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ലാസ്റ്റ് ഇയറിലെ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയായിരുന്നു? നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഇയറിലെ ഇൻസ്റ്റാൾമെൻറ്റ് 2,26,000 അതിൽ നിന്ന് നമുക്ക് എത്ര മൈനസ് ചെയ്യാം? നമ്മുടെ ടാക്സ് ബെനിഫിറ്റ് ആയിട്ടുള്ള 36,505 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 1,89,495 വരും. പ്രോബ്ലം ചെയ്താൽ മനസ്സിലായോ? ആ സ്റ്റെപ്പ് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ ആക്ച്വൽ ഔട്ട്ഫ്ലോ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു പർച്ചേസ് ചെയ്യുമ്പോൾ. എന്നിട്ട് ആ തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് എത്രയാണ്, ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഡിപ്രീസിയേഷനും ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നു ഇൻറ്റു അതിൻ്റെ ടാക്സ് പെർസെൻറ്റേജ്. കാരണം അത് നമ്മുടെ ടാക്സ് ബെനിഫിറ്റ് ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ആക്ച്വൽ ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് ഇതങ്ങ് മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കറക്റ്റ് ഔട്ട്ഫ്ലോ കിട്ടും, അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ ആഫ്റ്റർ ടാക്സ് ബെനിഫിറ്റ് എന്ന് പറയുന്ന സാധനം കിട്ടും. ചെയ്താൽ മനസ്സിലായോ? ഇനി ഈ ഔട്ട്ഫ്ലോനെ നമുക്ക് ഏതിലോട്ട് കൊണ്ടുവന്നാൽ മതി?
നമുക്ക് ഏതിലോട്ട് കൊണ്ടുവരണം? നമ്മുടെ പി വി ഫാക്ടറിലോട്ട് കൊണ്ടുവരണം. പി വി ഫാക്ടറിലോട്ട് കൊണ്ടുവരുമ്പോൾ ഫസ്റ്റ് ഇയറിൽ എത്രയായിരുന്നു? 0.9892, 0.797, 0.711, 0.635 and 0.569. ഇത്രയാണ് പി വി ഫാക്ടർ. ഇനി എന്ത് ചെയ്യാം? ഈ ഔട്ട്ഫ്ലോനെയും പി വി ഫാക്ടറിനെയും കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2,32,000 ഇൻറ്റു 0.892 എത്ര വരും? സെക്കൻഡ് ഇയറിൽ ഓക്കെ ഓരോന്ന് ഓരോ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. സോ നോക്കി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എമൗണ്ട് എഴുതാം. ദാറ്റ് മീൻസ് ഇതിൻ്റെ വാല്യൂ ഫസ്റ്റ് ഇയറിലെ വാല്യൂ 2,32,000 ഇൻറ്റു 0.893 ആണേ. സോ വാല്യൂ എത്ര വരും എന്ന് വെച്ചാൽ 2,01,76 വരും. നെക്സ്റ്റ് 2,22,975 ഇൻറ്റു 0.797 വാല്യൂ 1,77,711 വരും. ആൻഡ് തേർഡ് ഇയറിൽ 2,12,769 ഇൻറ്റു 0.712 മനസ്സിലായോ? 1,51,492 വരും. തേർഡ് ഇയർ 2,01,558 ഇൻറ്റു 0.363 1,28,191 ആൻഡ് ദ ലാസ്റ്റ് ഇയർ 1,07,444. മനസ്സിലായോ? ടോട്ടൽ ആഡ് ചെയ്യുന്ന നേരത്ത് നമുക്ക് 7,72,014 വരും. പക്ഷേ ഒരു കാര്യം കൂടെ പ്രോബ്ലത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ 5 നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് 1,00,000 രൂപയ്ക്ക് വിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? സോ ആ വിറ്റ് കിട്ടുന്ന വാല്യൂവിനെ ഏതിലോട്ട് കൊണ്ടുവരണം? അഞ്ചാമത്തെ വർഷത്തെ പ്രസന്റ് വാല്യൂ ഫാക്ടർ വെച്ച് അഞ്ചാമത്തെ വർഷത്തെ വാല്യൂയിലോട്ട് കൊണ്ടുവരണം. വാല്യൂയിലോട്ട് കൊണ്ടുവരുമ്പം എത്ര വരും? 567 ആണേ. സോ 56,700 ആയിരിക്കും വാല്യൂ. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 7,15,314 വരും. ദാറ്റ് മീൻസ് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 7,15,314 ആണ്. മനസ്സിലായി? ഇനി ഇതിനെ ഏതുമായിട്ട് കമ്പയർ ചെയ്യാം? നമ്മളിതിനെ ഏതുമായിട്ട് കമ്പയർ ചെയ്യാം? ലീസുമായിട്ട് കമ്പയർ ചെയ്യാം. ലീസിനകത്ത് കണ്ടോ? ലീസിനകത്ത് എത്ര വന്നിരിക്കണേ? 7,72,200 ആണ് ലീസിനകത്ത് വന്നിരിക്കണേ. സോ ഏതായിരിക്കും നല്ല ഓപ്ഷൻ? പർച്ചേസ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ല ഓപ്ഷൻ. സോ നമ്മൾ ചെയ്ത എന്തൊക്കെയായിരുന്നു? ലീസ് റെൻറ്റ് കണ്ടുപിടിച്ചു, ഇയർലി ലീസ് റെൻറ്റ് ഇൻറ്റു 1 - T ചെയ്തു, ആന്യൂറ്റി ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അതിൻ്റെ ആൻസർ കിട്ടി. പർച്ചേസ് ചെയ്യുന്ന നേരത്ത് ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണെന്ന് അറിയണം. സോ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ചെയ്തപ്പം ടോട്ടൽ ഓരോ വർഷം അടക്കേണ്ട ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടി. ആ ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തു, അത് രണ്ടും കൂടെ ആഡ് ചെയ്തു, അതേ ഇൻറ്റു ടാക്സ് റേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ടാക്സ് ബെനിഫിറ്റ് കിട്ടി. അടയ്ക്കേണ്ട ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ടാക്സ് ബെനിഫിറ്റ് മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആക്ച്വൽ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്ന സാധനം കിട്ടും. അതേ ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഔട്ട്ഫ്ലോ കിട്ടും. ലാസ്റ്റ് നോക്കിയപ്പോൾ 1,00,000 രൂപയുടെ സ്ക്രാപ്പ് വാല്യൂ ഉണ്ട്, അതിനെയും കൂടെ ഏതിലോട്ട് കൊണ്ടുപോകുന്നു? പ്രസൻറ്റ് വാല്യൂയിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് ആക്ച്വൽ ഔട്ട്ഫ്ലോ എന്ന് പറയുന്ന സാധനം കിട്ടും. രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്തപ്പോൾ പർച്ചേസിനാണ് കോസ്റ്റ് കുറവ്, നമുക്കത് ചൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ അടുത്ത പ്രോബ്ലം ചെയ്യാം. നിങ്ങളിത് കൂടെ തന്നെ ചെയ്തു പോവുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലായി. ആകെ കൂടെ ഡിഫറൻസ് വരുന്നത് ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ മാത്രമാണ്. ഇനി ഒരു 2-3 ടൈപ്പ് ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ കൂടെ നമുക്ക് ഈ പ്രോബ്ലത്തിനകത്ത് പഠിക്കാനുണ്ട്. അല്ലാതെ വേറെ ഒന്നുമില്ല ലീസിനകത്ത്. ഓക്കെ, ബൈ.